ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് Z9-ഉം Z8-ഉം തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് Z8-നെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും കാണുക. കണ്ടാൽ മാത്രമേ നമുക്ക് ആ കമ്പാരിസൺ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇതുവരെയും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസിനെയും ഫോട്ടോയിനെയും കുറിച്ച് ഒരുപാട് രസകരമായിട്ടുള്ള കണ്ടൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമ്മളൊരു ചെറിയ ചാനലാണ്, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനെ കുറിച്ചും അതേപോലെ തന്നെ ഫോട്ടോസിനെ കുറിച്ചൊക്കെ ഉള്ള വിഷയങ്ങൾ കണ്ടൻസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് കമ്പാരിസൺ വീഡിയോ in between Z8 and Z9. D850 എന്ന് പറയുന്ന പഴയ മോഡൽ, അതായത് DSLR മോഡലിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോഡി ഉൾക്കൊണ്ടുകൊണ്ട് നിക്കോൺ ഇറക്കിയിട്ടുള്ള ഒരു ബോഡി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അല്ല, കാരണം Z9 ആണ് സുപ്പീരിയർ ബോഡി. കാരണം അതിൽ മെഗ്നീഷ്യം അലോയ് മാത്രമല്ല, കാർബൺ ഫൈബേഴ്സിൻ്റെ കുറച്ച് കണ്ടന്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നിക്കോൺ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പം ആ ഒരു ബോഡി ബേസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും വെതർ സീലിംഗ് കൂടുതൽ ഉള്ളത് നിക്കോൺ Z9-ലാണ്. അപ്പോൾ Z8 അത്ര മോശമെന്നല്ല പറയുന്നത്. Z6II, Z7II പോലെയുള്ള ബോഡികളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മേന്മ കൂടിയ ബോഡി തന്നെയാണ് Z8. Z8-ൽ കുറച്ച് ഫങ്ഷൻസ്, ബട്ടൺസ് എല്ലാം ബാക്ക് ലൈറ്റ് ഇലിമിനേറ്റ് ചെയ്തിട്ട് ആണ് നിക്കോൺ ഈ ഒരു പുതിയ ബോഡിയിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻസ്മെന്റ് ആയിട്ട് ഞാൻ പറയാം. നമുക്ക് USB-C പോർട്ട് വഴി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ് ENEL-C ബാറ്ററി. പക്ഷേ ENEL-B യും ENEL-A ഒന്നും നമുക്ക്
ഈ ടൈപ്പ് സി പോർട്ട് വഴി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മറ്റൊരു ഡ്രോബാക്കാണ്. പക്ഷേ അത് Z9 വരുമ്പോൾ 18D ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ENEL 18D ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 18D ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ തന്നെ 740 ഇമേജസ് നമുക്ക് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൽ കൂടെ ക്യാപ്ചർ ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ 770 ഒരു എക്കണോമിക്കൽ മോഡ് നമുക്ക് യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇരട്ടിയിൽ കൂടുതൽ ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ് Z9 എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം നമുക്കിപ്പോൾ സ്റ്റിൽസിനായാലും വീഡിയോസിനായാലും വളരെ മുൻപിൽ നിൽക്കുന്ന ബോഡി എന്ന് പറയുന്നത് Z9 ആണ്. Z8 എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബെസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് Z8നെ കമ്പയർ ചെയ്യാം Z9നെ വെച്ച്. Z8ന്റെ വീഡിയോ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 4K 60p നമുക്കൊരു 2 hours വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ 8K 30p ഷൂട്ട് ചെയ്യണമെങ്കിലും അത് ഒരു 90 minutes വരെയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 120 hours ഓഫ് 4Kയും 90 minutes ഓഫ് 1.5 hours ഓഫ് ഈ ഒരു 8K അതാണ് Z8ൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അത് Z9ലോട്ട് വരുമ്പോൾ 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ബാറ്ററി ഡെഡ് ആവുന്നവരെയും നമുക്ക് യൂസ് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാം. അതേപോലെ തന്നെ 8K ഷൂട്ട് ചെയ്യുന്നത് ഒരു 2 hours വരെയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഹീഫ് എന്ന് പറയുന്ന ഫോർമാറ്റ്. ഒരു 10-bit റോ ഫോർമാറ്റ് ആണ് ഹീഫ് എന്ന് പറയുന്നത്. സോണിയാണ് അത് ഫസ്റ്റ് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ C8 ബോഡിയിലും ഹീഫ് ഫോർമാറ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 14-bit റോ ഫയലും അതേപോലെ തന്നെ 10-bit ഹീഫും അതേപോലെ 8-bit മറ്റേ JPEG-ഉം നമുക്ക് നല്ല രീതിയിൽ ഈ നിക്കോൺ Z8ൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോർമാറ്റിന്റെ പ്രചാരണത്തിൽ വരുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ടോണൽ ഗ്രേഡേഷനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഈ ഫോർമാറ്റ്. ഇത് ആദ്യമായിട്ടാണ് ഒരു Z8 ബോഡിയിൽ നിക്കോൺ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എയർപ്ലെയിൻ സബ്ജക്ട് ഓട്ടോ ഫോക്കസ് ഡിറ്റക്ടിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ Z8ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ വെഹിക്കിൾസിനെ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് സബ്ജക്ട് ട്രാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എയർപ്ലെയിനെ മാത്രം സബ്ജക്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയ ഫീച്ചറാണ് Z8ൽ കൊണ്ടുവന്നിട്ടുള്ളത്. Z9ൽ ഈ ഒരു ഫീച്ചർ ഇല്ലെങ്കിലും ഒരു ഫ്യൂച്ചർ ഫേംവെയർ അപ്ഡേറ്റിൽ ചിലപ്പോൾ അവർ ഈ ഒരു പുതിയ ഫീച്ചർ Z9ലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. Z8ൽ പോർട്രേറ്റ് ഫീച്ചർ, അതേപോലെ തന്നെ ഈ സ്കിൻ സ്മൂത്തനിങ്, അതേപോലെ ഈ പോർട്രേറ്റ് ഇംപ്രഷൻ ബാലൻസ് എന്ന് പറയുന്ന 2 പുതിയ ഫീച്ചേഴ്സ് ഈ സ്റ്റിൽ ഷൂട്ടേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ കാൻഡിഡ് വെഡിങ് ഷൂട്ടേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ ടോൺസിലെ ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ ടോണൽ ഗ്രേഡേഷനും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ പുതുതായിട്ട് സ്കിൻ സോഫ്റ്റനിങ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഇംപ്രഷൻ ബാലൻസ് എന്ന് പറഞ്ഞ് പുതുതായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഒരു അപ്ഗ്രേഡാണ്. C6-2 ഉള്ളതുപോലെ അതേപോലെ അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷനാണ് Z8ൽ നിക്കോൺ ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Z8ൽ ഹ്യൂമൻസിൻ്റെ വൈറ്റ് ബാലൻസ്, ഓട്ടോ വൈറ്റ് ബാലൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയൊരു ഫേംവെയർ അപ്ഡേറ്റിൽ കൂടെ മാത്രമേ Z9ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഭാവിയിൽ നല്ല രീതിയിൽ നിക്കോൺ അതിന് ഒരു പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. GPS ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ലൊക്കേഷനും ഡേറ്റയും മറ്റുമൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ Z8ൽ നമ്മൾ സ്നാപ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഒക്കെ യൂസ് ചെയ്ത് ആപ്പിൽ കൂടെ മാത്രമേ നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഡേറ്റാസൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ Z8ൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ ഒരു ലൊക്കേഷൻ ഡേറ്റ. ചിലപ്പോൾ ഫേംവെയർ അപ്ഡേറ്റിൽ കൂടി ഭാവിയിൽ നമുക്ക് Z8ൽ ഈ ഒരു ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യത ഉണ്ടാവും. പ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ Z9 വന്നിട്ട് ഒരു 4,25,000 രൂപീസാണ്, ഇന്ത്യൻ രൂപീസാണ് ബോഡിക്ക് മാത്രമായിട്ട് പ്രൈസ് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ Z8 വന്നിട്ട് ഒരു 3,05,000 ബോഡി മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്രൈസ് ഡിഫറൻസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഫീച്ചേഴ്സ് Z9 ഉള്ളത് Z8 ഇല്ല എന്നുള്ളത്. അപ്പോൾ Z9 എപ്പോഴും ഒരു പ്രൊഫഷണൽ ബോഡിയാണ്, ടോപ്പ് ആൻഡ് ഹൈ എൻഡ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ്. പക്ഷേ Z8 എന്ന് പറയുന്നത് ഒരു സെമി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു അമേച്ചർ ഫോട്ടോഗ്രാഫേഴ്സ്
അങ്ങനെയുള്ള അല്ലെങ്കിൽ സാധാരണ വെഡിങ് ഷൂട്ടേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ്. വീഡിയോ ഷൂട്ടേഴ്സിനും വളരെയധികം അപ്ഡേറ്റ്സ് ഉള്ള, പ്രത്യേകിച്ച് പ്രോറസ് HQQ പോലെയുള്ള ഇന്റേണൽ ഫയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ റെക്കോർഡർ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും അതിനുശേഷം കളർ ഗ്രേഡ് ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് സ്റ്റില്ലിലായാലും പോലും ഹീഫ് ഫോർമാറ്റ് പോലെയുള്ള പുതിയ നൂതനമായിട്ടുള്ള ഒരുപാട് ഫോർമാറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണ് Z8. തീർച്ചയായിട്ടും വെഡിങ് ഷൂട്ടേഴ്സിനും അതേപോലെ തന്നെ വീഡിയോ ഷൂട്ടേഴ്സിനും ഒക്കെ ഒരു മുതൽക്കൂട്ടായിരിക്കും Z8. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള Z8 പോലെയുള്ള പുതിയ പുതിയ ബോഡീസുമായിട്ട് നിക്കോൺ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. Until then, take care, stay safe, bye.